ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 8ൻ്റെ റിവ്യൂ ആണ്. ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം, ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡ് എന്ന് എനിക്ക് തോന്നുന്ന, പൂർണ്ണമായിട്ട് തോന്നുന്ന ഒരു എപ്പിസോഡാണ് കഴിഞ്ഞു പോയത്. ഒരു താരോദയം, ഒരു രാജാവിൻ്റെ ഉദയമൊക്കെ ഇന്ന് ഏകദേശം എനിക്ക് കാണാനായിട്ട് പറ്റി. പതിവ് താര രാജ സങ്കല്പങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ട് അനീഷ് അങ്ങനെ ഒരു രാജാവാകാനായിട്ടുള്ള എല്ലാ കടമ്പകളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സ്ത്രീവിരുദ്ധൻ ഒരു രാജാവിന്, ബിഗ് ബോസിലെ ഒരു രാജാവിന് പ്രധാനപ്പെട്ടതായി വേണ്ട ക്വാളിറ്റിയാണ്. അത് അനീഷ് വന്നപ്പോൾ തന്നെ തെളിയിച്ചിരിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് ഈ തവണ പുതുതായിട്ട് ഒരു സാധനവും കൂടെ, അപ്പാനി ശരത്തിൻ്റെ വക കലാകാര വിരുദ്ധൻ, ആർട്ടിസ്റ്റുകളെ പുച്ഛമാണ് പുള്ളിക്ക്, അതും സെലിബ്രിറ്റികളെ പുച്ഛമാണ്. അതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾക്ക് അനീഷിനെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഒത്തിരിയധികം ആളുകളുടെ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള, പുരുഷ സ്നേഹികൾക്ക്, പുരുഷ പ്രേമികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഹോമോഫോബിക് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി കൂടി അദ്ദേഹമുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഏറെ ആളുകൾ ആഗ്രഹിച്ച, ഏറെ ആളുകൾ പതിവായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ആദില നൂറയുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെ അനീഷ് വളരെയധികം വിമർശനാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഇനി ആടപടലം കുറച്ച് ആൾക്കാരെ അങ്ങ് ഒന്നിച്ച് ചേർക്കാനായിട്ട് പറ്റും. അനീഷ് ചോദിച്ചത് കുറച്ച് ഇമോഷൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ്. ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു. ആദില നൂറ എന്നിവരെയൊക്കെ കേൾക്കാനായിട്ട് സമയം കൊടുത്തിട്ടുള്ള ആളുകൾക്കറിയാം അവർ കടന്നു വന്ന ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ. അത് അത്ര ട്രൊമാറ്റിക്കാണ്. ഈ പേരൻസ് എന്ന് പറയാൻ, വെറുതെ പേരിന് റോള് കൊണ്ട് പറയാൻ മാത്രം യോഗ്യതയുള്ള ആളുകളാണ് അവരിൽ ചിലർ, അവരുടെ പേരൻസിൽ ചിലർ. ഒരു അബ്യൂസിൻ്റെ കാര്യം പോലും അവരുടെ ലൈഫിൽ അവർ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്ര മോശമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് പേരൻസിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ 99% പ്രശ്നങ്ങളും തീരുമെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു മച്ചാനാണ് അനീഷ് എന്നുള്ളത്. ഒരു രാജാവിന് കേരളത്തിലെ ഒരു വലിയ ഭൂരിപക്ഷം ബിഗ് ബോസ് ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള തരത്തിലേക്കുള്ള ചീപ്പ് ക്വാളിറ്റിയാണ്. അത് അനീഷിന് ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് തെളിയിച്ചിരിക്കുന്നു. ഇനി എപ്പിസോഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, എപ്പിസോഡിൽ പല ആളുകളും അങ്ങ് ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. ആ ബിൻസിയൊക്കെ ഇവിടെ പോയി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഒരു ദിവസം കുറേയധികം ആളുകൾ, അടുത്ത ദിവസം വേറെ കുറേയധികം ആളുകൾ, അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. എപ്പിസോഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ എവിക്ഷനിലേക്ക് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചാണ് ഈ പരിപാടികളൊക്കെ തുടങ്ങിയത്. നെവിനുണ്ട്, അതേപോലെ തന്നെ ശൈത്യമുണ്ട്, രഞ്ജിത്തുണ്ട്, മറ്റേ ശാരികയുണ്ട്, ഇൻ്റർവ്യൂവർ ശാരികയുണ്ട്, അതേപോലെ അനുമോളുണ്ട്, രേണു സുധിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ ഓരോ ആളുകളും അവരുടെ നിലവിലത്തെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് പറയുകയാണ്. നെവിൻ വളരെ കോൺഫിഡൻ്റ് ആണ്. നെവിൻ പോയാൽ എല്ലാ ആൾക്കാരും തകരും എന്നൊക്കെ ഉള്ളതാണ് നെവിൻ പറയുന്നത്. രഞ്ജിത്താണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എക്സാക്റ്റ് അഖിൽമാരാരുടെ മോഡുലേഷനിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ കിച്ചണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഗെയിമിലേക്ക് ആക്റ്റീവ് ആകാൻ പറ്റുള്ളൂ, ഇനിയുള്ള ദിവസങ്ങളിൽ മനോഹരമായിട്ട് കളിക്കും എന്നൊക്കെ രഞ്ജിത്ത് പറയുന്നുണ്ട്. രഞ്ജിത്ത് പോകുമെന്ന് തീരെ വിചാരിച്ചിരുന്നില്ല. അപ്പം ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ടാണ് നമ്മൾ എവിക്ഷനെ കുറിച്ചിട്ട് കാര്യമായിട്ട് ചിന്തിച്ചില്ല എന്നുള്ളത് പറയുന്നതാണ് ശരി. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ രഞ്ജിത്ത് പോയേക്കാം എന്നൊക്കെ വിചാരിച്ചേനെ. ഗിസയിൽ പറയുന്നു നന്നായിട്ട് കളിച്ചു, അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ ആര്യൻ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. ശൈത്യ എല്ലാ ആൾക്കാരോടും നന്നായിട്ട് നിന്നു, അതുകൊണ്ട് പുറത്തുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്, അകത്തുള്ളവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. അനിമോൾക്ക് പോവില്ല എന്ന് തോന്നുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷേ അനിമോൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. കാരണം ഈ കണ്ടസ്റ്റൻസ്, അവിടെയുള്ള ആളുകളും ഇവരുടെ ഒരു നിലവിലത്തെ അവസ്ഥയൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുമല്ലോ. പിന്നെ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് വീക്കിൽ ആളുകൾക്ക് ഓൾറെഡി ഇഷ്ടമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടൊക്കെ കിട്ടാറുണ്ട്. ശാരികയാണെങ്കിൽ പൂർണ്ണമായിട്ട് കളിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ശാരിക പറയുന്നത്. ശാരികയുടെ കളികൾ ഇനി പ്രേക്ഷകർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തേണ്ടി വരും, നിർത്തുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. രേണു പ്രേക്ഷകരുടെ ഇഷ്ടം, ഗെയിം കണ്ടിന്യൂ ചെയ്യാനാണ് ഇഷ്ടം എന്നൊക്കെ വളരെയധികം ഇങ്ങനെ അങ്ങ് വയ്യാണ്ടൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു രേണു സുധിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ആ ഒരു വീഡിയോ പുറത്ത് പോയത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കാം. അതിനുശേഷം എവിക്ഷൻ പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യുകയാണ്. രഞ്ജിത്ത് പോവുകയാണ്. ആരോടും യാത്രയൊന്നും പറയാതെ രഞ്ജിത്ത് ഒരൊറ്റ ഇറങ്ങി പോക്ക്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ വിചാരിച്ച അയാളുടെ ഒരു വിഷമം കൊണ്ടായിരിക്കും. കാരണം പിന്നീട് അദ്ദേഹം ഒരു മടിയില്ലാതെ വന്ന ആളുകളോട് യാത്രയൊക്കെ പറയുന്നുണ്ട്, സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് ഷോക്കായിട്ട് പുള്ളി ഇറങ്ങി പോകുന്നത് പോലെയായിരുന്നു. രഞ്ജിത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും വിലയിരുത്താനായിട്ടുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഒരാഴ്ചയായിട്ടുള്ളൂ. കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളുടെയും പെർഫോമൻസ് ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ശൈത്യക്കൊന്നും ഓണായിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ കണ്ടസ്റ്റൻസ് ഓണാവാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരാൾ പോകുമ്പോൾ നമുക്ക് വിലയിരുത്താൻ തന്നെ പറ്റില്ല.
എൻ്റെ പിന്നിലിരിക്കുന്ന മിന്നി തെളിയുന്ന ലൈറ്റിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്, അത് ഓഫാക്കാനായിട്ട് പറ്റുന്നില്ല, ക്ഷമിക്കണം. എപ്പിസോഡിൻ്റെ അവസാനം ഒരു മിഡ് വീക്ക് എവിക്ഷൻ്റെ സാധ്യത പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഈ നമ്മുടെ രഞ്ജിത്ത് പോയതിന് ശേഷം ലാലേട്ടൻ ഒരാളും കൂടെ പോകും എന്നൊക്കെ ഉള്ളൊരു സാധ്യത പറയുന്നുണ്ട്. അതിനുശേഷം അനുവിനെ കുറിച്ചിട്ട് പറയുന്നു. അനു വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അനു സേവ്ഡ് ആണ് എന്ന് പറയുന്നു. ശൈത്യ ഇനി നിന്നാൽ മര്യാദയ്ക്ക് കളിക്കാമെന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. ആദ്യ ആഴ്ച ആളുകളോടൊക്കെ ഈ വഴക്കുണ്ടാക്കാനായിട്ടൊക്കെ മടിയായിരുന്നു, ഇനി മര്യാദയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് ശൈത്യ പറയുന്നുണ്ട്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു വിമർശനമാണ്. വഴക്കുണ്ടാക്കിയാലേ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് ഫസ്റ്റ് വീക്ക് കൊണ്ട് തന്നെ ഒരു കണ്ടസ്റ്റൻറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. വഴക്കാണ് ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടത്. അങ്ങനെ ശൈത്യയും സേവ്ഡ് ആണ്. ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത ഒരു പരാതിപ്പെട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പരാതിപ്പെട്ടിയാണ് ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവിനെ സൃഷ്ടിച്ച ഒരു സംഗതി. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് അറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ. പഴയ ആ ഒരു 2 സീസണ് മുന്നേ ഉള്ള ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്ന് വേറെ റേഞ്ചിലാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരാതിപ്പെട്ടി വെക്കുമ്പോൾ അവർക്ക് 100% അറിയാം ഒരു താരോദയം ഇന്നുണ്ടാകും എന്നുള്ളത്. ഇത് വളരെയധികം ഒരു രാജാവിനെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഉള്ളൊരു സംഗതിയാണ്. ഉണ്ടാക്കിക്കോട്ടെ, ആളുകൾക്ക് എന്തെങ്കിലും ഒരു രസമൊക്കെ വേണ്ടി. എനിക്കതിനകത്ത് യാതൊരു ആക്ഷേപവും തോന്നുന്നില്ല, കാരണം എല്ലാ രീതിയിലും ചർച്ചകൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ പരാതിപ്പെട്ടി വയ്ക്കുന്നു. അനീഷിന് എതിരെ വന്ന പരാതികൾ മാത്രം ഒരു പെട്ടിയിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. അനീഷിൻ്റെ പേരിൽ ഒരൊറ്റ പെട്ടി വന്നിരിക്കുന്നു. അനീഷിൻ്റെ പേരിൽ ഒരൊറ്റ എപ്പിസോഡ് കംപ്ലീറ്റ്ലി വന്നിരിക്കുന്നു. അപ്പോൾ തന്നെ അറിയാലോ ഈ ഗെയിമിൻ്റെ പോക്ക് എങ്ങനെയാണെന്നുള്ളത്. ഈ കണ്ടസ്റ്റൻസ് തന്നെ നമുക്ക് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് തോന്നിപ്പോകും. കാരണം അത്രയധികം എല്ലാ കണ്ടസ്റ്റൻസും അനീഷിനെതിരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അപ്പാനിയൊക്കെ അഭിനയിച്ച് ഇറക്കുകയാണോ എന്നുള്ളത്. കാരണം അപ്പാനിയൊക്കെ വെറുതെ അനീഷിൻ്റെ ഉടക്കുകയല്ലേ. അഭിലാഷൊക്കെ ഒരാവശ്യമില്ലാതെ വന്നിട്ടാണ് അനീഷിൻ്റെ അടുത്ത് തട്ടിക്കയറിയത്. അപ്പോൾ ഇവരെന്തോ അനീഷിനെ ഇങ്ങനെ ആക്കണോ എന്നുള്ള ഒരാവേശത്തിലോ ആഗ്രഹത്തിലോ ചെയ്യുന്നതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. കാരണം അല്ലാതെ ഇയാളെ ടാർഗറ്റ് ചെയ്യേണ്ട എന്താവശ്യമാണുള്ളത്. ആദിലെ നൂറയും അനീഷിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നത് പോലെ തോന്നുന്നു. അതേപോലെ തന്നെ ആരെയും വകവയ്ക്കുന്നില്ല, മൈൻഡ് ആക്കുന്നില്ല. ക്യാപ്റ്റനായിട്ടും ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നില്ല. അപ്പം അനീഷ് സംസാരിക്കുന്നു. അപ്പോൾ അതിനിടയിലാണ് മറ്റേ പ്രശ്നം പൊങ്ങി വരുന്നത്, ഈ പേഴ്സണൽ മാറ്റേഴ്സ്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ അത് ലാലേട്ടൻ തന്നെ ഇത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അനീഷിൻ്റെ ലൈഫിൽ ഒരു ഡിവോഴ്സ് നടന്നത്. അപ്പോൾ അത് നമുക്കിപ്പം അനീഷിനോട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ 100% അല്ലെങ്കിൽ 99% നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം അനീഷിൻ്റെ പ്രശ്നങ്ങൾ 99% മാറുമായിരിക്കും. പക്ഷേ അനീഷിൻ്റെ ലൈഫിൽ നിന്ന് പോയ ആളുടെ 99% പ്രശ്നങ്ങളുടെ തുടക്കം ചിലപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ അതാവാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഇരുഭാഗത്തെയും കാര്യങ്ങൾ പരിഗണിക്കണം. അല്ലാതെ നമുക്ക് 2 ആൾക്കാരെ അറിയില്ല, 2 ആൾക്കാരുടെയും പേഴ്സണൽ കാര്യങ്ങൾ അറിയില്ല, എന്നിട്ട് അവിടെ നിന്നിട്ട് വെറുതെ ഇയാൾക്ക് അറിയത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ആദില നൂറനെ അറിയത്തില്ല, അവരുടെ അവസ്ഥ അറിയത്തില്ല, അവരുടെ സ്റ്റോറി അറിയത്തില്ല, ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ അവരെ ജഡ്ജ് ചെയ്യുകയാണ്. ഫാമിലി വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. എന്ത് പ്രശ്നങ്ങൾ? അപ്പോൾ എന്തിനാണ് ഈ ആദില നൂറ പോലുള്ള ആളുകളുടെയൊക്കെ ഇടയിലേക്ക് കയറി അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതേപോലെ തന്നെ തോന്നൽ, മാതാപിതാക്കൾക്ക് സ്നേഹമില്ല എന്നുള്ളത് തോന്നലാണെന്നൊക്കെ പണ്ട് തൊട്ട് ഈ മറ്റേ പഴഞ്ഞന്മാർ പറയുന്ന അതേ സാധനമൊക്കെ എടുത്ത് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വേറൊരു രീതിയിലാണ് അവരത് റിസീവ് ചെയ്തത്. എന്താണെങ്കിലും പ്രോബ്ലമാറ്റിക്കാണ്. ശരിക്കും ഈ ആദിലയുടെയൊക്കെ ഒരു കരച്ചിൽ കാണുന്ന സമയത്ത്, ഇപ്പം നൂറ കുറച്ചും കൂടെ ബോൾഡാണ്, പക്ഷെ ആദിലയുടെയൊക്കെ ഒരു കരച്ചിൽ കാണുമ്പോഴത്തേന് അവർ കടന്നു വന്ന ആ ഒരു ട്രോമയൊക്കെ വളരെ വിസിബിളാണ് കേട്ടോ. അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോണ്ട് നല്ല രസമാണ് കേട്ടോ. ഈ ആദില നൂറ പരസ്പരം എന്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ബിഗ് ബോസ് കപ്പിൾ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനിടയിലൊന്നും വിസിബിളി കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാതെ ശരിക്കും ഇവർക്ക് ഇതുവരെ സർവൈവ് ചെയ്തെത്താനും പറ്റത്തില്ല. കാരണം അവർ കടന്നു പോകുന്ന സാഹചര്യം നമ്മളൊന്നും പറയുന്ന സ്ട്രഗിൾ പോലെയല്ല, അത് വേറെ ഒരു സംഭവമാണ്. നമ്മൾ ടോട്ടൽ അവരുടെ ചുറ്റുപാടുമുള്ള ആളുകൾ പോലും പുതുതായിട്ട് കാണുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ അനീഷിൻ്റെ ഒരു പഴഞ്ചൻ വർത്തമാനങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പം ലാലേട്ടൻ ആ ഒരു ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചോദിക്കാനായിട്ടുള്ള ഒരു ആർജവം കാണിക്കുന്നുണ്ട് ഈ സീസണിൽ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അനീഷിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. അതിനോടൊപ്പം പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അനീഷ് ഇവരുടെ ഫാമിലി ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന് പ്രശ്നമെല്ലാം പരിഹരിക്കോ? ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറയുമ്പം കൊണ്ടുവരണ്ടയോ എന്നൊക്കെ ഉള്ളത് ബിഗ് ബോസ് തീരുമാനിച്ചോളൂ. അല്ല എന്നുണ്ടെങ്കിൽ അവർ തീരുമാനിച്ചോളും കൊണ്ടുവരണ്ടയോ എന്നൊക്കെ ഉള്ളത്. ഇയാളാരാണ്? ഇയാളുടെ നാട്ടിലേക്ക് ഇവരൊന്നും കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഇവരുടെയൊക്കെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരണം. എന്തിന്? അസൽ മറ്റേ ഒരു രാജ ചേരുവകളൊക്കെയാണ് എടുത്തടിക്കുന്നത്. ഞാനിത്
പല സീസണുകളിൽ ഓരോ ക്ലിപ്പുകളിൽ കൂടി ഈ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതിനിടയിൽ ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് പറയേണ്ടുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അതിലെ നൂറയോട്. ഒരു ഗെയിമേഴ്സ് എന്നുള്ള നിലയിൽ അവരോട് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇത് അനീഷിൻ്റെ സ്ട്രാറ്റജി ആണെങ്കിലോ, നിങ്ങളുടെ ഇമോഷണൽ വൾണറബിലിറ്റിയെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിക്കൂടാ എന്നില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, കണ്ടസ്റ്റൻസിൽ രണ്ടാളുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലൂടെ ആണ് എന്നുണ്ടെങ്കിൽ, അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് ഒരു ഗെയിമർ, ഒരു മനസാക്ഷി ഇല്ലാത്തൊരു ഗെയിമർ വിചാരിക്കത്തില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഇതിനുശേഷം അഭിലാഷിൻ്റെ പരാതി എടുത്ത് ചോദിച്ചു. അതും അനീഷിനെ കുറിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. വീട്ടിൽ എല്ലാവരും വരണ്ട എന്ന് പറഞ്ഞതാണ് അഭിലാഷ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനുശേഷം നമ്മുടെ അപ്പാനി ശരത്തിൻ്റെ പരാതി. ഇതൊന്നും പരാതികളല്ല. അനീഷ് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിമർ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള പരാതി. എങ്ങനെ പറയാൻ പറ്റും? കാരണം അനീഷ് ഒരു ഡിഫറെൻറ്റ് ഗെയിമറാണ്. അങ്ങനെയുള്ള ഗെയിമേഴ്സ് വരില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഈ കണ്ടസ്റ്റൻസ് ഇങ്ങടേക്ക് വരുന്നത്? അനീഷയ്ക്ക് എത്രയോ ഭേദം ചില ആളുകളെ വെച്ച് നോക്കുന്ന സമയത്ത്. അതേപോലെ അപ്പാനി ശരത്തിൻ്റെ പരാതി എന്തായിരുന്നു? അനീഷ് എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെടുന്നു, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവർ ദേഷ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് ലാലേട്ടനൊക്കെ ചിരിച്ച് തള്ളി. അപ്പം വീണ്ടും അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ബിഗ് ബോസും അതേപോലെ തന്നെ ലാലേട്ടനൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അനീഷ് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ളൊരു ഗെയിമറാണ്. ബിന്നിയും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാനതെടുത്ത് പറയുന്നില്ല, കാരണം അനീഷിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരേ പരാതിയൊക്കെയാണ്. പക്ഷേ ആ പരാതിയിലൊന്നും പ്രത്യേകിച്ച് കഴമ്പില്ല. ശാരിക കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞില്ല, എന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയണ്ട എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞായിരിക്കാം. അനീഷിനെ കുറച്ച് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ അനീഷ് നല്ല മനുഷ്യനാണ്. ഉള്ളിലേ ശാരിക എങ്ങനെ അറിഞ്ഞ്? അങ്ങനെ ഒരാളുടെ ഉള്ളറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗെയിം കളിക്കാൻ വളരെ എളുപ്പമല്ലേ. ഉള്ളൊന്നും അറിയാൻ പറ്റില്ല, വെറുതെ അടിച്ചു വിട്ടതാണ്. പിന്നെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന സമയത്തും സംസാരിക്കില്ല, അതേപോലെ തന്നെ ഒന്നും ഒരു ഉത്തരം പറയില്ല എന്നുള്ളൊരു പരാതിയും പറയുന്നുണ്ട്. ശൈത്യ അനുമോളുടെ സൈഡിൽ നിന്നിട്ട് ആ ഒരു ആരോപണം, അനുമോളുടെ പ്രൊഫഷനെ അപമാനിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശരത്തിൻ്റെ അഭിനയം കൊള്ളില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ശരത്ത് പിന്നെ ഇതൊന്നും കേൾക്കുന്നില്ല, ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല പുള്ളി പറയുന്നത്. അങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് ശരത്തിന് വലിയ ഓർമ്മയൊന്നുമില്ല. ഡിഫമേഷനാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ശൈത്യ പറയുന്നത്. ഡിഫമേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് നിൽക്കത്തൊന്നും ഇല്ലല്ലോ. ഇപ്പം അഭിനയം കൊള്ളില്ല എന്ന് പറയുന്ന ഒരാളുടെ അഭിപ്രായമായിട്ട് നമുക്ക് വേണേൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതൊരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം അപ്പാനി ശരത്ത് അഭിനയിച്ച സിനിമകളിലെ എല്ലാം അഭിനയം വളരെ മോശമാണെന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞു, ഇയാളെ ആരും ഇനി സിനിമയിൽ അഭിനയിപ്പിക്കരുത്, കാരണം അയാൾ അഭിനയിച്ച സിനിമയൊക്കെ പൊട്ടിയ സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതൊരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അയാളുടെ ജോലിയെ നമ്മൾ നശിപ്പിക്കാനായിട്ട്, അയാളുടെ വരുമാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയാം. ഇതിനകത്ത് പിന്നെ അങ്ങനെയൊന്നുമില്ല. അതേപോലെ ആകാശത്തുനിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു അനുവിനോട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനീഷിനെതിരെയുള്ള പരാതികൾ എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല. അത് വെറുതെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. സീസണിൽ ഒരാളെ ഒന്ന് പൊക്കിക്കൊണ്ട് വരണം, സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇത് അനീഷിന് വൻ സപ്പോർട്ടായിട്ടുള്ള എപ്പിസോഡായിരുന്നു. ഏതായാലും പരാതിപ്പെട്ട് സ്ഥിരം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ആ ഒരു സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തത്. അതിനുശേഷം വീണ്ടും എവിക്ഷനിലുള്ള ആളുകളെ പേരെടുത്ത് അവർക്ക് നിൽക്കണോ പോകണോ, അതേപോലെ തന്നെ നിൽക്കുമോ പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആര്യൻ ആൻഡ് ഗിസേലാണ് ഇരുന്നേറ്റത്. ആര്യനെ ആൾക്കാർക്ക് ഇഷ്ടമാണ്, ആര്യനും ഇവിടെ നിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആര്യൻ സേഫാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ശാരികയും ആൾക്കാർ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ശാരികയും സേഫാണ് എന്ന് പറയുന്നു. അതിനുശേഷം ലാലേട്ടൻ ബ്രേക്കിന് പോയ സമയത്ത് വീണ്ടും ഈ അനീഷും അനുവും തമ്മിൽ ഒരടി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്താണ് അവർ പറഞ്ഞതെന്ന് പോലും ഓർമ്മയില്ല, അല്ലെങ്കിൽ അതിനൊരു റെലവൻസും സത്യത്തിലില്ല. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ കുറച്ച് ഒന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു സംഭവം നടക്കുന്നത്. ഈ അഭിലാഷ് അനീഷിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് റീസൈസ് ചെല്ലുന്നു. അനീഷ് വീണ്ടും അയാളെ സെയിം സ്ട്രാറ്റജി, അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയാണോ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ നടക്കുന്നു, പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 10 തവണയൊക്കെ ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറയും, ഒരു മടിയില്ല. അത് വേറൊന്നും അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു കൈയോ കാലോ മുഖം പോലും ഒന്ന് ചലിക്കില്ല. അയാൾ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആണ് ഉള്ളിൽ. പുറത്തുനിന്ന് ഇയാളിങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്ക് ഇയാളെ അടിക്കാൻ തോന്നും. അഭിലാഷിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ അഭിലാഷ്, അപ്പാനി, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇയാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഈഗോ ഹേർട്ടാവുന്നത്? അവിടെ നമ്മളെപ്പോഴും ഈ മസ്കുലിനിറ്റി ട്രൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുമല്ലോ. ഈ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവെന്നൊക്കെ പറഞ്ഞാലും സ്ഥിര രാജസങ്കല്പങ്ങൾക്കില്ലാത്ത തരത്തിലേക്കുള്ള ഒരു മസ്കുലിറ്റി ട്രൈറ്റൊക്കെ പുറത്ത് കാണിക്കാത്ത കുറച്ച് ഫെമിനിനായിട്ടൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നിന്നിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ഒരാളെ
ബാക്കിയുള്ള ഈ മെയിൽ ഈഗോ ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് തീരെ പറ്റില്ല. അപ്പോൾ ആണുങ്ങൾക്ക് പൊതുവെ അനീഷിനെ പിടിക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭയങ്കര അഗ്രസീവ്നെസ് ഒക്കെ കാണിച്ച് ഇങ്ങനെ ഷോ കാണിച്ച് നടക്കുന്ന ആണുങ്ങൾക്ക് അനീഷിൻ്റെ ആ ഒരു രീതികളൊന്നും പിടിക്കില്ല. അതുകൊണ്ട് മറ്റേ ഈ ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴേ കടിച്ചു കീറാൻ വേണ്ടി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷ് അത്രത്തോളം ഒന്നും അഗ്രസീവ് ആവുന്നില്ല. അനീഷ് ഒന്നും ആരും വെല്ലുവിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ബാക്കിയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഇയാളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഗെയിമർക്ക് വേണ്ട ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. ഇതിന് ശേഷം ഒനിലിൻ്റെ ഒരു പരാതി ബിന്നിക്കെതിരായിട്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സീസണുകളിലും ആദ്യ വീക്കിൽ കിച്ചൺ ക്യാപ്റ്റൻ ഒരു അപ്രിസിയേഷനൊക്കെ കിട്ടാറുണ്ട്. ഒനിലിൻ്റെ ആ ഒരു സംഭവം ഈ പാടിക്ക കൊണ്ടേ കല ഉടച്ചതുപോലെ ബിന്നി അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഒനിൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്നില്ല എന്നൊരു സാധനം പറഞ്ഞു. ഒനിൽ അതുവരെ ആത്മാർത്ഥതയൊക്കെ കാണിക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു, കിച്ചൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്നു. അത് ഒനിലിന് വലിയ അടിയായിപ്പോയി. അതിൻ്റെ നല്ല ദേഷ്യം ബിന്നിയോട് ഉണ്ട്. ബിന്നി ജെൻഡർ കാർഡ് എടുത്തു, ബിന്നി വിഷമാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒനിൽ പറഞ്ഞു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ചർച്ചയായി മാറുന്നുണ്ട്. അതേപോലെ ഒനിൽ പറയുന്നുണ്ട് അക്ബർ അപ്പാനി പോലെയൊക്കെയുള്ള ഒരു ഗ്രൂപ്പ് ഇവർക്കിടയിലും ഫോം ആവുന്നുണ്ട്. അപ്പോൾ ബിന്നിയൊക്കെ അതിലെ ഒരാളാണ്. അതേപോലെ തന്നെ ഭക്ഷണം, ഈ മറ്റേ പണിപ്പുര ടാസ്കിൽ വിജയിച്ചപ്പോൾ ഭക്ഷണം എടുക്കുന്ന ആ ഒരു കാര്യത്തിൽ ബിന്നി ഈ വെജിറ്റേറിയൻസിൻ്റെ താല്പര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തില്ല. അതാണ് ഒരു ഹിപ്പോക്രസി കാണിക്കുന്നതെന്നൊക്കെ ഒന്നിൽ ആരോപിക്കുന്നു. അതിനുശേഷം അനുമോള് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞ ഒരു സെൻറ്റൻസ് വലിയ വിവാദമായിരുന്നു. അക്ബറിൻ്റെ നോട്ടം ശരിയല്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു പദമൊക്കെ കേൾക്കുന്ന സമയത്ത്, ഈ വാക്യമൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളൊന്നും ശരിയല്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ നോർമലായിട്ടുള്ള ഇങ്ങനെ കലിപ്പിച്ച് നോക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കില്ലല്ലോ. നമ്മളെപ്പോഴും ശരിയല്ലാത്ത നോട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അത് അക്ബറിനെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയുള്ള ശ്രമം എന്ന് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന്, എപ്പിസോഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അനുമോള് പറഞ്ഞു, അല്ല നോട്ടം എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുള്ള നോട്ടാണ്. അപ്പോൾ അക്ബർ വളരെ നല്ല രീതിയിൽ ആ ഒരു ഇഷ്യൂവിനെ ഹാൻഡിൽ ചെയ്തു. ഇപ്പം ഒരാൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരാളെ നോക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് അതിനെ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലോ. അപ്പോൾ അക്ബർ പറഞ്ഞ കാര്യം കറക്റ്റായിരുന്നു. അതിനുശേഷം ഗിസേലിന് കംപ്ലയിൻറ്റ്. ഷാനവാസ് ഉറക്കം അഭിനയിക്കുകയായിരുന്നു, ചങ്ക് തകർന്നു പോയി. ഷാനവാസ് അതിനെ വേറൊരു രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ആളുകളെ ടെസ്റ്റ് ചെയ്യായിരുന്നു, എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റും, കാരണം ഇവർക്ക് പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്, അവർ എന്നെ പെടുത്തുമെന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഏതായാലും ഗിസേലിൻ്റെ ചങ്ക് തകർന്നു പോയി എന്ന് പറഞ്ഞപ്പോഴത്തേന് രസമൊക്കെ ഉണ്ടായിരുന്നു. ഗിസേലിൻ്റെ ചങ്ക് തകർന്നു കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ചങ്ക് തകരും എന്നൊക്കെ പൊതുവെ ഒരു ഡിസ്കഷൻ ഉണ്ട്. എന്തിന് ഗിസേലിനെ കൊണ്ടുവന്നു എന്നൊക്കെ ചോദിക്കുന്ന ചില പോസ്റ്റുകളൊക്കെ, അത് ചില ചേച്ചിമാരൊക്കെ അസൂയം ഉണ്ടായിരിക്കും ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ശരിക്കും ആണുങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടിയാണ് ഗിസേലിനെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലേക്കുള്ള നല്ല രസമായിട്ട് ഇപ്പോൾ ഗിസേലിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണ്, ഒരു മോഡലാണ്. അപ്പോൾ ആ മോഡലുകളെ വെല്ലുന്ന രീതിയിലേക്ക് നല്ല വസ്ത്രം ധരിക്കുന്ന, നല്ല രീതിയിൽ ഒരുങ്ങി വരുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് ഈ സീസണിൽ. അതേപോലെ തന്നെ ഈ എവിക്ഷനിൽ വന്ന ഒരാൾ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിക്കുന്ന ആ ഒരു ആദ്യ സംഭവത്തെക്കുറിച്ചിട്ട് ലാലേട്ടൻ പറയുകയുണ്ടായി. ഷാനവാസ് ഏതായാലും പഴയ ക്യാപ്റ്റനെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതായത് അനീഷിനെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ സമയത്ത് രേണു സുദീപ് ഫുള്ള് ടെൻസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. എപ്പിസോഡിലൊന്നും ഓണം ആയിരുന്നില്ല. ഇപ്പം രേണുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർ നിർത്തും, ചിലപ്പോൾ നിർത്തില്ല എന്നൊക്കെയുള്ള ഒരു മൈൻഡാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചാൽ അങ്ങനെയാണ് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും രേണു സുധിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാം, ധൈര്യമായിട്ടിരിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിലൊക്കെ ഒരു ചെറിയ ഹിൻ്റ് ഉണ്ട്. അത് രേണു എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ബോധം ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതിന് ശേഷം അപ്പാനെയും അനുവും കൂടെ ഉണ്ടായിരുന്ന ജയിലിനെ കുറിച്ചിട്ട്, ജയിൽ അനുഭവത്തെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്. എന്ത് ജയിൽ? എല്ലാ തവണയും ജയിൽ ഒരു കോമഡിയാണ്. ഈ തവണ കോമഡി ആക്കാനായിട്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നില്ല. നല്ലൊരു കാര്യം തന്നെ. നല്ല ഫുഡായിരുന്നു, നല്ല ഉറക്കം കുഴപ്പമുണ്ടായിരുന്നില്ല, ചൂട് ഇത്തിരി കൂടുതലാണ്, കൊതുകുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് ജയിലിൽ കിടന്ന തടവ് പുള്ളികളുടെ ജയിൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്തരത്തിൽ ജയിൽ സൗകര്യങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ ബിഗ് ബോസ് ഹൗസിലാണ് എന്നുണ്ടെങ്കിലും പുറത്താണെങ്കിലും ആളുകൾക്ക് വലിയ പരാതിയുണ്ട്. ഏതായാലും ലാലേട്ടൻ അവിടെ ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ സീസണിലൊക്കെ ജയിലിൽ ആളുകൾ സുഖവാസമായിരുന്നു, അതുകൊണ്ട് ഈ തവണ ജയിൽ അങ്ങനെ സുഖവാസത്തിന് വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ജയിൽ പണിഷ്മെൻറ്റിൻ്റെ ഇടയിൽ അപ്പാനിയും അനീഷും അതേപോലെ തന്നെ അനുമോളും എല്ലാം കൂടെ വൻ അടിയായിരുന്നല്ലോ. അതേപോലെ തന്നെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിനെ അനുസരിക്കുന്നില്ല, അതിനകത്ത് അവർ ഒളിച്ചിരിക്കുന്നു, അതേപോലെ തന്നെ അനീഷിനെ അതിനകത്ത് ഇടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ചോദ്യം വന്നു, ജയിലിൽ തോന്നിവാസം പറ്റില്ല എന്നുള്ളത് ലാലേട്ടൻ എടുത്തു പറഞ്ഞു. ഏതായാലും ഓവറോൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ടീം കൃത്യമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് ഇവിടെ ഉണ്ടാവും.
അനീഷിൻ്റെ സ്വഭാവമൊക്കെ സഹിക്കാൻ പറ്റുന്ന ആൾക്കാരോട് നിന്നാൽ മതി. കാരണം ഇതൊരു ഗെയിമാണ്. ആ ഗെയിമറായിട്ടുള്ള അനീഷ്, വ്യത്യസ്തനായിട്ടുള്ളൊരു ക്യാരക്ടർ, അയാൾക്ക് നിരവധി സ്ട്രാറ്റജികൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഇത്തവണ അലൗഡാണ്. ഇപ്പോൾ നിങ്ങൾക്കതിനെ തിരുത്താനായിട്ടുള്ള വേദിയുണ്ട്. ഇപ്പോൾ അനീഷ് പൊളിറ്റിക്കലി റോങ് ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനായിട്ടുള്ള വേദി നിങ്ങൾക്കുണ്ട്. അവിടെ കരഞ്ഞ് തളരാതെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അതുല, നൂറ എന്നിവരിൽ നിന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മെസ്സേജുകൾ കൊടുക്കുക, നിങ്ങൾ ആളുകൾക്ക് കൂടുതൽ റിലേറ്റബിൾ ആവുക. ഇതൊരു ഫൈറ്റല്ലേ? കാരണം ഈ അനീഷിനെ പോലെയുള്ള എന്തോരം ആളുകളുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരു കാലം വരെയൊക്കെ അനീഷിനെ പോലെയൊക്കെ ചിന്തിച്ചിരുന്ന ആളുകളാണ്. അപ്പം നമ്മളിലൊക്കെ ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് പറ്റുന്ന ആളുകൾ ഉണ്ടായത് അവർക്ക് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റിയതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവണം. അവിടെയാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കേണ്ടത്, ഇൻഫ്ലുവൻസർമാരായി മാറേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവട്ടെ. അല്ലാതെ അനീഷിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അനീഷ് ഒരു വ്യത്യസ്തനായിട്ടുള്ള ക്യാരക്ടറാണ്. അയാളെ നിങ്ങൾക്ക് ആശയപരമായിട്ട് പ്രതിരോധിക്കാൻ പറ്റിയാൽ, അയാളെ വീഴ്ത്താൻ പറ്റുക, അതാണ് വിജയം. അല്ലാതെ അയാളെ ഒതുക്കുക എന്നുള്ളതല്ല വിജയം. ഇതിനുശേഷം മറ്റേ ഡോക്ടേഴ്സ് ഫെറ്റേണിറ്റി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ അലമ്പ്, അതിനെക്കുറിച്ചൊരു ഷാനവാസ് പറഞ്ഞാണ് കറക്റ്റ്. ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, ഇവരത് അങ്ങനെ ആക്കിയെടുത്താണ്. ഓക്കെ, അത് ആ പ്രശ്നം അതോടെ ഞാനത് വിട്ടു. പക്ഷേ ഇത് എപ്പിസോഡിൽ പ്രധാനപ്പെട്ടതായിട്ട് എടുത്ത് പറഞ്ഞിരുന്നു. അതിനുശേഷം ഗിസേൽ ആൻഡ് നെവിനാണ് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു. ഇവരെ രണ്ടുപേരെയും പൊതുവെ ആളുകൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഏതായാലും അവർ സേഫാണ്. ഇതിനുശേഷം രഞ്ജിത്തിനെ, ആദ്യം പറഞ്ഞു വിട്ട രഞ്ജിത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ച് പറഞ്ഞു വിടാനായിട്ടുള്ള പരിപാടിയാണ്. ഈ ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ആളുകൾ പ്രതീക്ഷിച്ചല്ലല്ലോ. ഇപ്പോൾ രഞ്ജിത്ത് പോകുമെന്നും ആരും പ്രതീക്ഷിച്ചൊന്നുമല്ല. അതേപോലെ തന്നെ എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു സംഗതി, ഇത്തവണ ആവശ്യത്തിന് കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് BB ടീമിന് അറിയാം. ഫസ്റ്റ് വീക്കിൽ രഞ്ജിത്ത് പോയാലും കുഴപ്പമില്ല, അടുത്ത വീക്കിൽ ഒരാൾ പോയാലും കുഴപ്പമില്ല. മെയിൻ ആൾക്കാർ അവിടെ ഉണ്ട്. എനിക്ക് പ്രതീക്ഷയുള്ള ഒത്തിരി അധികം ആൾക്കാരുണ്ട്. അതിൽ ആരെയാണ് നമുക്ക് മോശം എന്ന് പറയാൻ പറ്റുന്നത്? അതില നൂറ കൊള്ളാം, അതേപോലെ തന്നെ ഷാനവാസ് കൊള്ളാം, അക്ബർ കൊള്ളാം. പനിശരത്ത് എപ്പോൾ വേണേലും പോകാൻ റെഡി ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. അനുമോള് കുറച്ചൊക്കെ നിൽക്കും, രേണുസുതി കുറച്ച് നിൽക്കും. പക്ഷേ രേണുസുതി എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതേപോലെ തന്നെ ബിന്നി, നവിൻ, ഷാരികയുടെ കാര്യം ഒന്നായി വരണം, സരികയുടെ കാര്യം ഒന്നായി വരണം. ഇങ്ങനെ പ്രതീക്ഷയുള്ള ആളുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ശൈത്യയൊക്കെ കളിച്ച് കയറി വന്നാൽ എന്തു ചെയ്യും? ഗിസയിൽ കുറച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രഞ്ജിത്ത് പോയാലൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരു മൈൻഡിലാണ് BB ടീം ഇത്തവണ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി. കിടക്കുന്ന സമയത്തൊന്നും ഈ ബിഗ് ബോസ് ഒന്നും കണ്ട് ദിവസം അവസാനിപ്പിക്കരുത്. നല്ല എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റൊക്കെ കേട്ട് കിടക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും വീണ്ടും ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം നമ്മുടെ മൈൻഡ് ഷിഫ്റ്റഡ് ബൈ JBA ചാനലിലെ ചില പോഡ്കാസ്റ്റുകൾ. വരും ദിവസങ്ങളിൽ പുതിയ എപ്പിസോഡുകൾ വരുന്നതായിരിക്കും. നന്ദി.